عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف المخلوقين سيدنا محمد صلى الله عليه وسلم وعلى آله وأصحابه أجمعين أما بعد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും ബഹുമാനമുള്ള സയ്യിദന്മാരെ, ഉസ്താദുമാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട നൂർ ഫൈളി ഉസ്താദിന്റെ വളരെ വിലപ്പെട്ട ക്ലാസ്സായിരുന്നു, ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിരുന്നു ഇവിടെ ഇതുവരെ നടന്നിരുന്നത്. പല ആളുകളുടെയും പലതരത്തിലുള്ള സംശയങ്ങൾക്കും ബഹുമാനപ്പെട്ടവർ മറുപടി നൽകുകയുണ്ടായി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ രൂപീകരണ കാലം തൊട്ട് ഇന്ന് 90 ആണ്ട് പിന്നിടുമ്പോൾ സമസ്തയുടെ ആദ്യകാല ചരിത്രങ്ങൾ, വിശിഷ്യ സമസ്ത നടത്തിയ ഐതിഹാസിക സമ്മേളനങ്ങളെ സംബന്ധിച്ചുള്ള ഒരു സംക്ഷിപ്ത വിവരണം നൽകുക എന്നുള്ളതാണ് ഈ വിനീതൻ ഉദ്ദേശിക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പേരുകൊണ്ട് മനസ്സിലാകുന്നത് പോലെ തന്നെ കേരളത്തിന്റെ ആധികാരിക മതപണ്ഡിത സഭയാണ്. എക്കാലത്തും അത് പരമോന്നതമായി അതിന്റെ സ്റ്റാറ്റസ് നിലനിർത്തുകയും കാലാകാലങ്ങളിൽ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ഓരോ കാലത്തും ഉണ്ടായിക്കൊണ്ടിരുന്ന സംഭവവികാസങ്ങളെ വളരെ അവധാനതാപൂർവം നോക്കിക്കാണുകയും അതിനെ സംബന്ധിച്ച് പഠിക്കുകയും വിലയിരുത്തുകയും സമസ്ത ഇടപെടേണ്ടതാണെന്ന് അതിന്റെ ബഹുമാന്യരായ നേതൃത്വത്തിന് തോന്നിയാൽ അതിൽ ഇടപെടുകയും ചെയ്യുക എന്നുള്ളതാണ് സമസ്തയുടെ കഴിഞ്ഞ കാലത്തെ ഒക്കെ നിലപാട്. ഇന്നും അത് തുടർന്നു പോയിക്കൊണ്ടിരിക്കുന്നു. കേരള മുസ്ലിങ്ങളുടെ മതപരമായ ആസ്തിക്യം നിലനിർത്തുന്നതിൽ കേരളീയ മുസ്ലിം സമൂഹത്തെ ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കേരള മുസ്ലിം മഹാഭൂരിപക്ഷത്തെ ഒരേ കൊടിക്കീഴിനു കീഴിൽ, ഒരേ കൊടിക്കൂറയ്ക്ക് കീഴിൽ അണിനിരത്തുന്നതിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളെ വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ പിടിച്ചു നിർത്തുകയും കാലാകാലങ്ങളിൽ സമൂഹത്തിന് യാതൊരു തരത്തിലുള്ള വക്രതയുമില്ലാതെ അത് അവതരിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നതിൽ എക്കാലവും സമസ്ത വിജയിച്ചിട്ടുണ്ട്. രൂപീകരണം തൊട്ട് ഇന്നേ വരെ മാറ്റമില്ലാത്ത നിലപാടുമായി വിശ്വാസകാര്യങ്ങളിൽ
യാതൊരു തരത്തിലുമുള്ള സന്ധിയും ആരോടും ചെയ്യാതെ വിശുദ്ധ ഇസ്ലാമിന്റെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളെ അതേപടി നിലനിർത്തിപ്പോരുന്നതിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വഹിച്ച പങ്ക് നിസ്തുലമാണ്. ഈ പറയപ്പെട്ട കാര്യങ്ങൾക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന സമ്മേളനങ്ങൾ നൽകിയ സംഭാവന വളരെ വിലപ്പെട്ടതാണ് എന്ന് പുതിയ സമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട്. സമസ്തയെ സ്നേഹിക്കുന്നവരും എതിർക്കുന്നവരും ഒക്കെ സമസ്തയുടെ പൂർവകാല ചരിത്രം പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും നന്നായിരിക്കും എന്നുള്ള പക്ഷക്കാരനാണ് ഈ വിനീതൻ. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ ചരിത്രങ്ങളിൽ രേഖപ്പെട്ട് കിടക്കുന്ന സത്യസന്ധമായ ആ ചരിത്ര വസ്തുതകൾ സമസ്തയുടെ കഴിഞ്ഞകാല സമ്മേളനങ്ങളും ആ സമ്മേളനങ്ങളിൽ പാസാക്കിയെടുത്ത പ്രമേയങ്ങളുമൊക്കെ ചെറിയ രൂപത്തിൽ അവതരിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. ആയിരത്തി 1926 നാം ഏവർക്കും അറിയാവുന്നതുപോലെ കോഴിക്കോട് ടൗൺ ഹാളിൽ ജൂൺ 26 മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ നവ്വറല്ലാഹു തആല മർഖദഹു തങ്ങളുടെ പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ച മഹാസംഗമത്തിൽ, പണ്ഡിത സംഗമത്തിൽ വെച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭ രൂപവൽക്കരിക്കപ്പെടുന്നത് സമുദായത്തിൽ ഛിദ്രതയുണ്ടാക്കാൻ വേണ്ടി ചില ബിദഈ തൽപര കക്ഷികൾ നടത്തിക്കൊണ്ടിരുന്ന പ്രവർത്തനങ്ങളുടെ വ്യാപകമായ തോതിലുള്ള കടന്നുകയറ്റം തെക്കൻ കേരളത്തിൽ നിന്നും മലബാർ ഭാഗത്തേക്ക് കടന്നുകയറ്റം ആരംഭിച്ചപ്പോഴാണ് കേരളത്തിൽ മുക്കുമൂലകളിൽ ദർസുമായി കഴിഞ്ഞുകൂടിയിരുന്ന പ്രതിഭാശാലികളായ മഹാപണ്ഡിതന്മാർ, മുഹഖ്ഖിഖീങ്ങളായ വറഇന്റെ ഉടമകളായിരുന്ന സൂഫി വര്യന്മാരായ പണ്ഡിതന്മാർ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ നവ്വറല്ലാഹു തആല മർഖദഹു തങ്ങളുടെ ചാരത്ത് ഒരുമിച്ചുകൂടി ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുകയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹാപണ്ഡിത സഭ രൂപവൽക്കരിക്കപ്പെടുകയും ചെയ്തത്. അതിനുശേഷം ഇസ്ലാമിക പ്രബോധന ചരിത്രത്തിൽ അവിസ്മരണീയമായ സംഭവങ്ങളാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വാർഷിക സമ്മേളനങ്ങളിലൂടെ കേരളക്കരക്ക് സമസ്ത സമർപ്പിച്ചത്. പരിശുദ്ധ ഇസ്ലാമിന്റെ വിശ്വാസാചാരങ്ങൾക്കെതിരെ പുത്തൻവാദങ്ങളുമായി രംഗത്തുവന്ന ബിദഈ പ്രസ്ഥാനക്കാരുടെയും കള്ളത്വരീക്കത്തുകളുടെയും നട്ടെല്ലൊടിച്ചത് സത്യത്തിൽ സമസ്തയുടെ സമ്മേളനങ്ങളായിരുന്നു. ഖാദിയാനിസവും വഹാബിസവും മൗദൂദിസവും എന്നുവേണ്ട നൂതനമായ എല്ലാ പ്രസ്ഥാനങ്ങളും കേരള മണ്ണിൽ വേരൂന്നാതെ പോയതിന്റെ പ്രധാന കാരണവും സമസ്തയുടെ പ്രസ്തുത വാർഷിക സമ്മേളനങ്ങളായിരുന്നു എന്നതാണ് ചരിത്ര സത്യം. 1926 രൂപീകൃതമായ
ഈ വിശുദ്ധ സംഘം ഒരു കൊല്ലം തികയുമ്പോൾ തന്നെ, അഥവാ 1927 ഫെബ്രുവരി 7 താനൂരിൽ വച്ച് ആ കാലത്തെ കേരളക്കര കണ്ട ഏറ്റവും വലിയ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ പ്രമുഖനായിരുന്ന മഹാനായ മൗലാന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ കർമ്മഭൂമിയായിരുന്ന താനൂരിൽ വച്ച് സമസ്തയുടെ 1ാം സമ്മേളനം നടക്കുകയുണ്ടായി. സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിക്കപ്പെടുന്നതിന്റെ മുമ്പ് തന്നെ താനൂർ കുളങ്ങര പള്ളിയിലെ ദർസ്, അഥവാ ഇന്ന് ഇസ്ലാഹുൽ ഉലൂം അറബിക് കോളേജ് സ്ഥിതി ചെയ്യുന്ന ആ സ്ഥാപനം ആദ്യകാലത്ത് ഒരു ദർസായിരുന്നു. 1923 മൗലാന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ നേതൃത്വത്തിലാണ് പ്രസ്തുത ദർസ് നടന്നു വന്നിരുന്നത്. 1924 മുതൽ പ്രസ്തുത ദർസിന് മഹാനായ പാങ്ങിൽ അവറുകളുടെ നേതൃത്വത്തിൽ ഇസ്ലാഹുൽ ഉലൂം എന്ന നാമകരണം ചെയ്യുകയും ബഹുമാന്യരായ മൗലാന തന്നെ അതിന്റെ പ്രിൻസിപ്പളും മാനേജറുമായി പ്രവർത്തിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ സമസ്തയുടെ മുൻനിര നേതാക്കളിൽ പ്രമുഖൻ എന്ന നിലക്ക് സമസ്തയുടെ 1ാം സമ്മേളനം ബഹുമാനപ്പെട്ട മൗലാന പാങ്ങിൽ അഹ്മദ് കുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു തആല മർക്കദഹു തങ്ങളുടെ കർമ്മഭൂമിയിൽ വെച്ച് തന്നെ നടത്താനായിരുന്നു തീരുമാനിക്കപ്പെട്ടത്. ആ സമ്മേളനത്തിൽ അക്കാലത്ത് വെല്ലൂർ ബാഖിയാത്തു സ്വാലിഹാത്ത് സ്ഥാപകനായിരുന്ന മൗലാന അബ്ദുൽ ജബ്ബാർ ഹസ്രത്തിന്റെ പുത്രനും ബാഖിയാത്തിന്റെ മാനേജറുമായിരുന്ന മൗലാന ലിയാഉദ്ദീൻ ഹസ്രത്തായിരുന്നു സമസ്തയുടെ 1ാം വാർഷികത്തിലെ അധ്യക്ഷൻ. താനൂരും പരിസര പ്രദേശങ്ങളും സമസ്തയുടെ ആ മഹാസമ്മേളനത്തെ ഒരു ആഘോഷമായിട്ടായിരുന്നു കൊണ്ടാടിയിരുന്നത് എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നു. ഇക്കാലത്ത് പലരും നടത്താറുള്ളതുപോലെ അത് കേവലം ഒരു സമ്മേളന മാമാങ്കമായിരുന്നില്ല, മറിച്ച് കാലികമായി വിശുദ്ധ ഇസ്ലാം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രശ്നങ്ങൾക്കും കൃത്യമായ പ്രതിവിധി നൽകാനുള്ള ഒരു വേദിയായിട്ടായിരുന്നു സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആ സമ്മേളനങ്ങളെല്ലാം നടന്നത്. 1ാം സമ്മേളനം നടന്ന അതേ വർഷം തന്നെ, അഥവാ 1927 ഡിസംബർ 31 2ാം സമ്മേളനം പഴയ വള്ളുവനാട് താലൂക്കിലെ നെല്ലായ, അഥവാ പാലക്കാട് ജില്ലയിലെ നെല്ലായ എന്ന സ്ഥലത്ത് വെച്ച് നടക്കുകയുണ്ടായി. താനൂരിലേതുപോലെ തന്നെ ആ കാലത്ത് ഉയർന്ന ദർസ് നടന്നിരുന്ന സ്ഥലമാണ് നെല്ലായ. ഖാൻ ബഹദൂർ കല്ലടി മൊയ്തുട്ടി സാഹിബിന്റെ നേതൃത്വത്തിൽ മിസ്ബാഹുൽ ഉലൂം എന്ന പ്രസിദ്ധമായ പേരുകേട്ട ദർസ് നടന്നിരുന്നത് നെല്ലായയിലായിരുന്നു. ലിവാഉൽ ഇസ്ലാം സഭ എന്ന സംഘത്തിന് കീഴിലായിരുന്നു പ്രസ്തുത ദർസ് നടന്നിരുന്നത്. മോളൂരിൽ നടന്ന രണ്ടാം സമ്മേളനത്തിന്റെ അധ്യക്ഷൻ മഹാനായ മൗലാന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ തന്നെയായിരുന്നു.
ഈ രണ്ടാം സമ്മേളനവും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേരളക്കരയിലെ സംഘടിതമായ മുന്നേറ്റത്തിന് കൂടുതൽ ഉശിരും ഊക്കും പകരുന്നതായിരുന്നു എന്ന് അത് സംബന്ധമായ റിപ്പോർട്ടുകൾ പിന്നീട് പുറത്തിറങ്ങിയ സമസ്തയുടെ മുഖപത്രമായിരുന്ന അൽ ബയാൻ മാസികയിൽ നിന്നും കൃത്യമായി ഈ സമ്മേളനങ്ങളുടെ റിപ്പോർട്ട് വായിച്ചെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പഴയ വള്ളുവനാട് താലൂക്കിലെ പ്രശസ്തമായ മറ്റൊരു ദർസ് നടന്നിരുന്ന സ്ഥലമാണ് ചെമ്മൻകുഴി. വല്ലപ്പുഴക്കടുത്ത ചെമ്മൻകുഴി മവാരിദുസ് സ്വാലിഹീൻ അറബി മദ്രസ എന്ന പേരിലായിരുന്നു അവിടെ ദർസ് നടന്നിരുന്നത്. 1929 ജനുവരി 7 ചെമ്മൻകുഴിയിൽ വെച്ചായിരുന്നു സമസ്തയുടെ 3ാം സമ്മേളനം നടത്തിയത്. രണ്ടാം സമ്മേളനത്തിന്റെ അധ്യക്ഷൻ പ്രമുഖനായ മൗലാന പാങ്ങിൽ അവറുകളായിരുന്നെങ്കിൽ 3ാം സമ്മേളനത്തിന്റെ അധ്യക്ഷൻ അതുപോലെ തന്നെ സമസ്തയുടെ പ്രമുഖ പണ്ഡിതൻ അബ്ദരി തങ്ങളായിരുന്നു എന്നുള്ളതും വളരെ ശ്രദ്ധേയമാണ്. കാലാകാലങ്ങളിൽ സമൂഹം അംഗീകരിക്കുന്ന മുസ്ലിം ലോകം ആദരവോടുകൂടി വീക്ഷിക്കുന്ന ആളുകളാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് നേതൃത്വം നൽകിയതും അതുപോലെ തന്നെ അതിന്റെ സമ്മേളനങ്ങളിൽ അധ്യക്ഷം വഹിക്കുകയും മറ്റു പ്രസംഗങ്ങൾ വരെ നടത്തുകയും ചെയ്തിരുന്നത്. സമസ്തയുടെ ആദ്യകാല പ്രവർത്തനങ്ങളിൽ വളരെ ശ്രദ്ധേയമായ അൽബയാൻ അറബി മലയാള മാസിക തുടങ്ങാൻ തീരുമാനിച്ചത് ചെമ്മൻകുഴിയിൽ നടന്ന ഈ 3ാം സമ്മേളനത്തിലാണ്. അധ്യക്ഷൻ മൗലാന അബ്ദുൽ ബാരി തങ്ങൾ തന്നെ അതിന്റെ സാമ്പത്തിക സഹായം ഏറ്റെടുത്തതോടുകൂടി പത്രം തുടങ്ങുക എന്ന സമസ്തയുടെ അക്കാലത്തെ പ്രവർത്തകരുടെ നേതാക്കളുടെ അഭിലാഷം പൂവണിയിക്കാൻ പിന്നെ കൂടുതൽ പ്രയാസപ്പെടേണ്ടി വന്നില്ല. അതേ വർഷം തന്നെ അഥവാ 1929 ഡിസംബർ മാസം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുഖപത്രമായി അൽ ബയാൻ അറബി മലയാള മാസിക കോഴിക്കോട്ട് നിന്ന് പുറത്തിറങ്ങി. മൗലാന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ തന്നെയായിരുന്നു അൽ ബയാൻ മാസികയുടെ ചീഫ് എഡിറ്റർ. അതുപോലെ തന്നെ പുതിയങ്ങാടിയിലെ പ്രമുഖനായ പണ്ഡിതനും മുദരിസുമായിരുന്ന അതോടൊപ്പം സംഘടനയുടെ ജോയിന്റ് സെക്രട്ടറിയുമായിരുന്ന വി കെ മുഹമ്മദ് മൗലവി പബ്ലിഷറും മാനേജറുമായി പ്രവർത്തിച്ചു. അൽബയാൻ മാസികയുടെ ഒരു ലക്കത്തിന് അഥവാ ഒരു പ്രതിക്ക് ഒറ്റപ്രതിക്ക് ഒരു കോപ്പിയുടെ വില 6 അണയായിരുന്നു. ഒരു വർഷത്തേക്ക് വരിസംഖ്യ ഇന്ത്യയിൽ 3 ഉറുപ്പികയും ഇന്ത്യക്ക് പുറത്ത് 4 ഉറുപ്പികയുമായിരുന്നു. 6 മാസത്തേക്ക് 1 ഉറുപ്പിക, 8 അണ 3 മാസത്തേക്ക് 1 ഉറുപ്പിക എന്നിങ്ങനെയായിരുന്നു അൽബയാൻ മാസികയുടെ വരിസംഖ്യാ നിരക്ക്. സമസ്തയുടെ സ്ഥാപിത താൽപര്യങ്ങളും സ്ഥാപിത ലക്ഷ്യങ്ങളും കേരളത്തിൽ സമസ്ത പ്രവർത്തിക്കേണ്ടതിന്റെ അനിവാര്യതയുമെല്ലാം പ്രഥമ ലക്കത്തിൽ തന്നെ മുഖപ്രസംഗത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. സമസ്തയെക്കുറിച്ച് ആധികാരികമായ രേഖ തന്നെയായിരുന്നു സമസ്തയുടെ മുഖപത്രമായിരുന്ന അൽ ബയാൻ. 1930 മാർച്ച് 17 മണ്ണാർക്കാട് വച്ചായിരുന്നു സമസ്തയുടെ 4ാം സമ്മേളനം നടന്നത്. അൽബയാൻ മാസികയുടെ 1ാം ലക്കത്തിൽ തന്നെ സമസ്തയുടെ 4ാം സമ്മേളനത്തിന്റെ നോട്ടീസ് ഉണ്ടായിരുന്നു
എന്നുള്ളതും വളരെ ശ്രദ്ധേയമാണ്. സമ്മേളനം നടക്കുന്നതിന്റെ 3 മാസം മുമ്പ് തന്നെ സമ്മേളന അറിയിപ്പും പ്രചരണ പ്രവർത്തനങ്ങളും തുടങ്ങി എന്നുള്ളത് അൽബയാൻ മാസികയിൽ വന്ന ഈ അറിയിപ്പിൽ നിന്നും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. മണ്ണാർക്കാട് നടന്ന ഈ 4ാമത്തെ സമ്മേളനത്തിൽ വെള്ളേങ്ങര മുഹമ്മദ് മുസ്ലിയാർ എന്ന പണ്ഡിത പ്രമുഖനായിരുന്നു അധ്യക്ഷം വഹിച്ചിരുന്നത്. ഖാൻ ബഹദൂർ കല്ലടി മൊയ്തുട്ടി സാഹിബായിരുന്നു സമ്മേളനത്തിന്റെ എല്ലാ ചെലവും ഏറ്റെടുത്ത് നടത്തുകയും ആ സമ്മേളനത്തിന്റെ നടത്തിപ്പിന് ചുക്കാൻ പിടിക്കുകയും ചെയ്തിരുന്നത്. അദ്ദേഹത്തിന്റെ സ്വന്തം ചെലവിലായിരുന്നു മണ്ണാർക്കാട് സമ്മേളനം നടന്നത് എന്ന് ചരിത്രത്തിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിനുശേഷം നടന്ന മണ്ണാർക്കാട് സമ്മേളനത്തിന് ശേഷം പിന്നെ 6ാം വാർഷിക സമ്മേളനത്തിൽ 7ാമത്തെ പ്രമേയമായി ബഹുമാനപ്പെട്ട ഖാൻ ബഹദൂർ കല്ലടി മൊയ്തുട്ടി സാഹിബിന്റെ മരണശേഷം നടന്ന ഈ സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ മരണത്തിൽ അനുശോചനം അറിയിച്ചുകൊണ്ട് ഒരു പ്രമേയം തന്നെ 6ാം സമ്മേളനത്തിൽ സമസ്ത അവതരിപ്പിച്ചതായി കാണാൻ സാധിക്കുന്നു. ശ്രുതിപ്പെട്ട ധർമ്മിഷ്ഠനും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസ നടപടികളെ ശരിയായി അനുഷ്ഠിച്ച് അവയെ നിലനിർത്തുവാൻ മരണപര്യന്തം പരിശ്രമം ചെയ്തു വരികയും ചെയ്ത സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 4ാം വാർഷിക സമ്മേളനം സ്വന്തം ചെലവിലും അധ്വാനത്തിലും മണ്ണാർക്കാട് വെച്ച് നടത്തുകയും ചെയ്ത ഖാൻ ബഹദൂർ കല്ലടി മൊയ്തുട്ടി സാഹിബിന്റെ മരണത്തിൽ ഈ യോഗത്തിനുള്ള അപാരമായ വ്യസനത്തെ രേഖപ്പെടുത്തുകയും അദ്ദേഹത്തിന്റെ കുടുംബാദികളോട് സഹതപിക്കുകയും അദ്ദേഹത്തിന് പരലോക ഗുണത്തിനായി കരുണാനിധിയായ അല്ലാഹുതആലയോട് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊള്ളുന്നു എന്നതായിരുന്നു 6ാം സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെട്ട ഖാൻ ബഹദൂർ മൊയ്തുട്ടി സാഹിബിന്റെ മരണത്തിലുള്ള അനുശോചനം സംബന്ധമായ പ്രമേയം. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അതുവരെ നടന്ന 6 കൊല്ലങ്ങളിൽ അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും കല്ലടി മൊയ്തുട്ടി സാഹിബിന്റെ സാന്നിധ്യവും അദ്ദേഹത്തിന്റെ ശാരീരികവും സാമ്പത്തികവുമായ സഹകരണങ്ങളും വളരെ വിലപ്പെട്ടതായിരുന്നു എന്ന് സമസ്തയുടെ ഈ 6ാം പ്രമേയത്തിൽ നിന്ന് 6ാം സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെട്ട 7ാം പ്രമേയത്തിൽ നിന്ന് വളരെ വിശദമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സമസ്തയുടെ വളർച്ചയുടെ ചരിത്രത്തിൽ ഉമറാക്കളുടെ പങ്ക് എന്നും വളരെ വലുതാണ്. മണ്ണാർക്കാട് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച വെള്ളേങ്ങര മുഹമ്മദ് മുസ്ലിയാർ വിവിധ വിഷയങ്ങളിൽ ആകാതെ പാണ്ഡിത്യം നേടിയവരും തികഞ്ഞ സൂഫിവര്യനും ആബിദുമായിരുന്നു. മലപ്പുറം ജില്ലയിലെ കൊളപ്പറമ്പിലാണ് അദ്ദേഹം ജനിച്ചത്. കട്ടിലശ്ശേരി അലി മുസ്ലിയാർ, മുസ്ലിയാരകത്ത് സൈനുദ്ദീൻ മുസ്ലിയാർ, പൊന്നാനി കുഞ്ഞൻബാവ മുസ്ലിയാർ തുടങ്ങിയവർ അദ്ദേഹത്തിന്റെ പ്രധാന ഗുരുനാഥന്മാരാണ്. കാപ്പ് ജുമുഅത്ത് പള്ളി, കാപ്പ് എന്ന് പറഞ്ഞാൽ പെരിന്തൽമണ്ണയിൽ നിന്ന് മേലാറ്റൂരിലേക്ക് പോകുന്ന റോട്ടിൽ കാര്യവട്ടം എന്ന സ്ഥലത്ത് നിന്ന് തിരിഞ്ഞ് വെട്ടത്തൂരിലേക്ക് പോകുന്ന വഴിയിലാണ് കാപ്പ് എന്ന സ്ഥലമുള്ളത്. കാപ്പ് ജുമുഅത്ത് പള്ളി, അതുപോലെ പുത്തനങ്ങാടി, മണ്ണാർക്കാട്, സ്വദേശമായ കൊളപ്പറമ്പ് എന്നിവയിലൊക്കെ ദീർഘകാലം
മുദർരിസായി ബഹുമാനപ്പെട്ടവർ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1934 ഹിജ്റ 1352 റബീഉൽ ആഖിർ 24 ബഹുമാനപ്പെട്ടവർ നിര്യാതരായി. മേലാറ്റൂരിലെ അലനല്ലൂർ റോഡിൽ കൊളപ്പറമ്പ് എന്ന സ്ഥലത്ത്, അഥവാ അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിൽ കൊളപ്പറമ്പ് ജുമുഅത്ത് പള്ളി പരിസരത്താണ് ബഹുമാനപ്പെട്ട വെള്ളേങ്ങര മുഹമ്മദ് മുസ്ലിയാർ അന്ത്യവിശ്രമം കൊള്ളുന്നത്. മണ്ണാർക്കാട് എന്ന 4ാം സമ്മേളനത്തിനു ശേഷം 1931 മാർച്ച് 11 സമസ്തയുടെ 5ാം സമ്മേളനം വെള്ളിയഞ്ചേരിയിൽ നടന്നു. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ ഗുരുവര്യനായിരുന്ന കരിമ്പനക്കൽ അഹമ്മദ് മുസ്ലിയാരായിരുന്നു ആ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. സമസ്തയുടെ സ്ഥാപക പ്രസിഡന്റ് മഹാനായ മർഹൂം വരക്കൽ മുല്ലക്കോയ തങ്ങൾ നവ്വറല്ലാഹു തആല മർഖദഹു തങ്ങളുടെ ജീവിതകാലത്ത് നടക്കുന്ന അവസാനത്തെ സമ്മേളനമായിരുന്നു വെള്ളിയഞ്ചേരിയിൽ നടന്ന സമസ്തയുടെ 5ാം സമ്മേളനം എന്നുള്ളതും വളരെയേറെ ശ്രദ്ധേയമാണ്. സമസ്തയുടെ 6ാം സമ്മേളനം, ഈ സമ്മേളനങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി വളരെ വിപുലമായ രീതിയിൽ ഫറോക്കിൽ വെച്ചാണ് നടന്നത്. 1933 സംഘടനാ ചരിത്രം പഠിക്കുന്നവർക്ക് എന്നും പ്രസക്തമായ ഒരു അധ്യായമായി തന്നെ ഫറോക്ക് സമ്മേളനം ഇന്നും നിലനിൽക്കുന്നുണ്ട്. പ്രസ്തുത സമ്മേളനത്തിലെ പ്രസംഗങ്ങളും പ്രമേയങ്ങളും സുന്നികളുടെയും ഇതരരുടെയും സ്റ്റേജുകളിലും പേജുകളിലും ഇന്നും വഹാബികളിൽപ്പെട്ട പല ആളുകളും ആ സമ്മേളനത്തിലെ പ്രമേയങ്ങളെക്കുറിച്ച് സംസാരിക്കാറുണ്ട് എന്നുള്ളത് ആ സമ്മേളനത്തിന്റെ പ്രസക്തിയെ വിളിച്ചോതുന്നതാണ്. ഫറോക്കിൽ നടന്ന 6ാം സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെട്ട 8ാമത്തെ പ്രമേയം സുന്നികളെയും സുന്നികളല്ലാത്തവരെയും വേർതിരിച്ച് മനസ്സിലാക്കി തരുന്നതായിരുന്നു. സമ്മേളനത്തിന് ശേഷം സമസ്തയുടെ സെക്രട്ടറിയും അൽബയാൻ മാസികയുടെ പബ്ലിഷറുമായിരുന്ന VK മുഹമ്മദ് കുട്ടി മൗലവി പ്രസിദ്ധീകരിച്ച സമ്മേളന റിപ്പോർട്ട് മുഖേന സമ്മേളനത്തിന്റെ വിശദവിവരം ഇന്നും മായാതെ നമുക്ക് ലഭിക്കുന്നു അൽബയാൻ മാസികയിലൂടെ. അമൂല്യങ്ങളായ പല സംഭവങ്ങളുമുള്ള അറുപത് പേജുള്ള ആ റിപ്പോർട്ടിന് അന്ന് 2 അണയാണ് വില നിശ്ചയിച്ചിരുന്നത്. ജനാബ് മൗലാന മൗലവി അബു സആദാത്ത് ഷിഹാബുദ്ദീൻ അഹമ്മദ് കോയ ഷാലിയാത്തി നബറല്ലാഹു തആല മർഖദഹു തങ്ങളുടെ അധ്യക്ഷതയിലായിരുന്നു 1933 മാർച്ച് 5 ഞായറാഴ്ച പ്രസ്തുത സമ്മേളനം നടന്നത്. ആയിരത്തി 1925 കോഴിക്കോട് ജുമുഅത്ത് പള്ളിയിൽ വച്ച് പല മഹാന്മാരായ ഉലമാക്കന്മാർ മുമ്പാകെ മേപ്പടി നാമധേയത്തിൽ ഒരു പ്രവർത്തക സംഘം രൂപീകരിക്കപ്പെടുകയും പിന്നീട് കോഴിക്കോട് ചാലിയം, എടവണ്ണ, മഞ്ചേരി മുതലായ ദിക്കുകളിലെല്ലാം പൊതുയോഗങ്ങൾ നടക്കുകയും 1926 ജൂൺ 26 കോഴിക്കോട് ടൗൺ ഹാളിൽ അസയ്യിദ് ഹാഷിം ചെറുകുഞ്ഞിത്തുകോയ തങ്ങളുടെ അധ്യക്ഷതയിൽ വെച്ചുകൂടിയ പൊതുയോഗത്തിൽ വച്ച് സംഘം സ്ഥാപിക്കുകയും ചെയ്തു തുടങ്ങി 6ാം സമ്മേളനത്തിന്റെ റിപ്പോർട്ട് വളരെ വിശദമായി രേഖപ്പെടുത്തപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കുന്നു.
അതുവരെ നടന്ന സമ്മേളനങ്ങളെക്കുറിച്ചൊക്കെ ആറാം സമ്മേളനത്തിന്റെ പ്രമേയത്തിൽ അതിന്റെ റിപ്പോർട്ടിൽ വളരെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. മാർച്ച് 5 രാവിലെ 8 മണിക്ക് ആദ്യമായി മുശാവറ യോഗം ആരംഭിച്ചു. 1933 നടന്ന ആറാം സമ്മേളനത്തിന്റെ രൂപമാണ് പറയുന്നത്. അക്കാലത്ത് തന്നെ വിശാലമായ പന്തലിലായിരുന്നു സമ്മേളനത്തിന്റെ ആരംഭം എന്ന് കാണുന്നു. മാർച്ച് 5 രാവിലെ 8 മണിക്ക് മുശാവറ യോഗം ആരംഭിക്കുകയും പുളിയാലി അബ്ദുള്ളക്കുട്ടി ഹാജിയുടെ ബംഗ്ലാവിൽ നടന്ന മുശാവറ യോഗം 1 മണിക്ക് അവസാനിച്ചു. ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെടേണ്ട പ്രമേയങ്ങളൊക്കെ ആദ്യം മുശാവറ യോഗം ചർച്ച ചെയ്യുകയും മുശാവറ അംഗീകരിക്കുകയും ചെയ്ത ശേഷമാണ് സമ്മേളനത്തിൽ അവതരിപ്പിച്ചത്. കൃത്യം 2 മണിക്ക് നേരത്തെ തീരുമാനിച്ചിരുന്നതുപോലെ തന്നെ മുൻ സൂചിപ്പിച്ചതുപോലെ വിശാലമായ പന്തലിൽ സമ്മേളനം ആരംഭിച്ചു. മൗലാന ശാലിയാത്തിയുടെ അധ്യക്ഷതയിലായിരുന്നു സമ്മേളനം. അധ്യക്ഷന്റെ സ്ഥാനാരോഹണവും പ്രാർത്ഥനയും കഴിഞ്ഞ ശേഷം ജനാബ് എ കുഞ്ഞിക്കോയാമുട്ടി മരക്കാർ സാഹിബ് ഖിറാഅത്ത് നിർവഹിച്ചു. സ്വീകരണ സംഘം ചെയർമാൻ കളത്തിൽ മമ്മൂട്ടി സാഹിബ് ആ കാലത്തെ ഏറനാട് താലൂക്ക് ബോർഡ് മെമ്പറായിരുന്നു. അദ്ദേഹത്തിനു വേണ്ടി തയ്യാറാക്കിയ സ്വാഗത പ്രസംഗം ഫറൂഖ് മാപ്പിള സ്കൂൾ ഹെഡ് മാസ്റ്റർ സൈദാലിക്കുട്ടി സാഹിബ് വായിച്ചവതരിപ്പിച്ചു. പിന്നീട് അധ്യക്ഷന്റെ ഭക്തിപൂർവമായ ഇഹപരലോക നന്മകൾ അറിയിക്കുന്ന വിശദമായി പ്രതിപാദിക്കുന്ന പ്രസംഗം അച്ചടിച്ചത് സദസ്യർക്ക് വിതരണം ചെയ്തു. പ്രസ്തുത സമ്മേളനത്തിൽ സമസ്ത 15 പ്രമേയങ്ങൾ അവതരിപ്പിച്ചു. പ്രമേയങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ട് മൗലാന പാങ്ങിൽ അവർകളും മൗലാന അബ്ദുൽ ഖാദർ ഫൽഫരി നബറല്ലാഹു തആല മർഖദഹും ആമീൻ ഈ രണ്ടുപേരുമാണ് പ്രസംഗം നിർവഹിച്ചത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1 മുതൽ 5 സമ്മേളനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സമസ്തയുടെ 6ാം സമ്മേളനം നടക്കുമ്പോൾ അത് തീരുമാനിക്കപ്പെട്ടപ്പോൾ തന്നെ സമ്മേളനത്തെ മുടക്കാൻ വേണ്ടി പലതരത്തിലുള്ള കുതന്ത്രങ്ങളും ആ കാലത്ത് വഹാബികൾ നടത്തുകയുണ്ടായി. സമ്മേളനം നിശ്ചയിക്കപ്പെട്ടപ്പോൾ തന്നെ ലോയർ നോട്ടീസ് അയച്ച് സമ്മേളനം മുടക്കാൻ ശ്രമിച്ചതിനെതിരായിരുന്നു സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെട്ട 1ാമത്തെ പ്രമേയം. അത് നമുക്കിങ്ങനെ വായിക്കാം. 1926 സ്ഥാപിച്ച ഇതുവരെ ക്രമപ്രകാരം നടന്നുവരുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 6ാം വാർഷിക യോഗം ഫറോക്കിൽ വെച്ച് ഈ മാർച്ച് 5 നടത്തുവാൻ മുൻകൂട്ടി വേണ്ടുന്ന ഒരുക്കങ്ങൾ ചെയ്യുകയും ഫെബ്രുവരി 20 നോട്ടീസ് പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തതിനു ശേഷം ഈ സംഘത്തിന്റെ സ്ഥിതിക്കും പ്രവർത്തകർക്കും വിഘ്നം വരുത്തുവാനും മറ്റും
എൻ മമ്മു മൗലവിയും കൂട്ടുകാരും ചെയ്തിട്ടുള്ള ശ്രമങ്ങളെ ഈ യോഗം വെറുക്കുകയും മേപ്പടി മമ്മു മൗലവിക്ക് വേണ്ടി അഡ്വക്കേറ്റ് കെ പോക്കർ മാർച്ച് 11 ഷിഹാബുദ്ദീൻ അബുസആദാത്ത് അഹമ്മദ് കോയ ഷാലിയാത്തി മൗലവിക്കെതിരെ അയച്ച രജിസ്റ്റർ നോട്ടീസിനെതിരെ ഈ യോഗം പ്രതിഷേധമറിയിക്കുകയും ഈ സംഗതിയിൽ നിയമാനുസരണം വേണ്ടുന്നത് പ്രവർത്തിക്കുവാൻ താഴെ പറയുന്ന കമ്മിറ്റിയെ തെരഞ്ഞെടുത്ത് അധികാരപ്പെടുത്തുകയും ചെയ്യുന്നു. അവതാരകൻ പി കുഞ്ഞുമൊയ്തു മൗലവി, വാഴക്കാട് ദാറുൽ ഉലൂം മദ്രസ സെക്രട്ടറി. അനുവാദകൻ AP അഹമ്മദ് കുട്ടി മൗലവി, താനൂർ ഇസ്ലാഹുൽ ഉലൂം മദ്രസ മാനേജർ ആൻഡ് പ്രിൻസിപ്പാൾ. ഇതായിരുന്നു സമസ്ത 6ാം സമ്മേളനത്തിലെ ഒന്നാമത്തെ മേൽ സബ് കമ്മിറ്റി അംഗങ്ങൾ പി കുഞ്ഞുമൊയ്തു മുസ്ലിയാർ, 2 അമ്പായത്തുങ്ങൽ മരക്കയിൽ അബൂബക്കർ കുട്ടി ഹാജി, 3 VK മുഹമ്മദ് മൗലവി അഥവാ ആ കാലത്തെ സമസ്ത സെക്രട്ടറി, 4ാമത്തത് PT അബ്ദു കോഴിക്കോട്, 5 NM മൊയ്തീൻ കോയ ഹാജി എന്നിവരായിരുന്നു. വഹാബികളുടെ ഈ കുതന്ത്രങ്ങൾക്ക് എതിരെ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുന്നതിനു വേണ്ടി ഏൽപ്പിക്കപ്പെട്ട കമ്മിറ്റിയുടെ അംഗങ്ങൾ. മൗലാന അബ്ദുൽ ബാരി മുസ്ലിയാർ അവതാരകനും VK മുഹമ്മദ് മൗലവി അനുവാദകനുമായ 2ാം പ്രമേയം സമസ്തക്കെതിരെ കള്ള നോട്ടീസ് ഇറക്കുന്നവർക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതായിരുന്നു. അഥവാ ഹീലത്തുൽ റിബ മുഖേന പലിശ ഹലാലാക്കുകയും ഐക്യത്തിന്റെ ലേബലിൽ സമുദായത്തിൽ അനൈക്യമുണ്ടാക്കുകയും ചെയ്യുന്ന വഹാബി മൗലവിമാരുടെയും വക്കീലന്മാരുടെയും ഉള്ളിലിരിപ്പ് തുറന്നുകാട്ടുന്നതും അന്നത്തെ വഹാബികളുടെ കുതന്ത്രങ്ങൾ തുറന്നുകാട്ടി പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതുമായിരുന്നു 3ാം പ്രമേയം. 3ാം പ്രമേയം അവതരിപ്പിച്ചത് അന്നത്തെ യുവപണ്ഡിതനും പ്രഗത്ഭ വാഗ്മിയുമായിരുന്ന കണ്ണിയത്തുസ്താദായിരുന്നു എന്നതും വളരെ ശ്രദ്ധേയമാണ്. മഞ്ചേരിയിലെ O അബ്ദുള്ള മുസ്ലിയാരായിരുന്നു ആ പ്രമേയത്തിന്റെ അനുവാദകൻ. ഖാദിയാനിസം കേരളത്തിൽ പൊട്ടിപ്പുറപ്പെട്ട ഒരു സന്ദർഭമായിരുന്നു 1933 അഥവാ സമസ്തയുടെ 6ാം സമ്മേളനം നടക്കുന്ന കാലം. ഖാദിയാനികൾ മുസ്ലിങ്ങളല്ലെന്ന് വ്യക്തമാക്കുന്നതും അവർക്ക് പെണ്ണു കൊടുക്കുവാനോ മുസ്ലിങ്ങളുടെ ശ്മശാനത്തിൽ അവരെ മറവ് ചെയ്യുവാനോ മുസ്ലിം പള്ളികളിൽ അവരെ കയറ്റുവാനോ പാടില്ലെന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഈ യോഗം തീർച്ചപ്പെടുത്തുകയും അതാത് ദേശത്തെ കാളിമാർ ഈ തീർപ്പിനെ തങ്ങളുടെ മഹല്ലുകളിൽ നിയമാനുസരണം നടപ്പിൽ വരുത്തേണ്ടതാണെന്നും കേരളത്തിലെ പൊതുജനങ്ങളോട് അപേക്ഷിക്കുകയും ചെയ്യുന്ന 4ാം പ്രമേയം അവതരിപ്പിച്ചത് കണ്ണൂരിലെ പാലോട്ട് മൂസക്കുട്ടി ഹാജിയും അതിന് അനുവാദകനായുണ്ടായിരുന്നത് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുമായിരുന്നു. അതുപോലെ തന്നെ മദ്രസകളിൽ പുത്തനാശക്കാരായ മൗലവിമാർ കടന്നുകൂടുന്നതിനെതിരെ മദ്രസ കമ്മിറ്റി ഭാരവാഹികളെ ഉത്ബുദ്ധരാക്കുന്നതായിരുന്നു സമസ്തയുടെ 6ാം സമ്മേളനത്തിലെ 5ാം പ്രമേയം. ഇബ്നു ഹസം, ഇബ്നു തൈമിയ്യ, ഇബ്നുൽ ഖയ്യിം, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, ജമാലുദ്ദീൻ അഫ്ഗാനി, മുഹമ്മദ് റിള, മുഹമ്മദ് അബ്ദു തുടങ്ങിയവരെ സംബന്ധിച്ച് മുൻകാല പണ്ഡിതന്മാരുടെ ഫത്വകളും തീരുമാനങ്ങളും വ്യക്തമാക്കുന്ന 6ാം പ്രമേയം അവതരിപ്പിച്ചത് വെല്ലൂർ ലത്തീഫിയ കോളേജ് സദർ മുദർരിസായിരുന്ന ബൈത്താൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരും പിന്താങ്ങിയത് പള്ളിപ്പുറം KM അബ്ദുൽ ഖാദർ ഫൽഫരിയുമായിരുന്നു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച സമസ്തയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും താങ്ങും തണലുമായിരുന്ന സമസ്തയുടെ മണ്ണാർക്കാട് സമ്മേളനത്തിന് എല്ലാ ചെലവുകളും ശാരീരികവും സാമ്പത്തികവുമായി നൽകുകയും അതിന്റെ നടത്തിപ്പിന് ചുക്കാൻ പിടിക്കുകയും ചെയ്തിരുന്ന ഖാൻ ബഹദൂർ കല്ലടി മൊയ്തുട്ടി സാഹിബിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടുള്ളതായിരുന്നു 7ാമത്തെ പ്രമേയം. അത് സംബന്ധിച്ച് നമ്മൾ നേരത്തെ പറയുകയുണ്ടായി. സമസ്തയുടെ ഫറൂഖ് സമ്മേളനത്തിലെ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട പ്രമേയമാണ്
അതിലെ 8-ാം പ്രമേയം 1933 ഫറൂഖ് സമ്മേളനത്തിൽ അംഗീകരിച്ച ചരിത്രപ്രസിദ്ധമായ ഈ 8-ാം പ്രമേയം അതിന്റെ അവതാരകൻ അധ്യക്ഷനായിരുന്ന ശിഹാബുദ്ദീൻ അഹമ്മദ് കോയ ഷാലിയാത്തി നബറല്ലാഹു തആല മർത്തദഹു തങ്ങളും അനുവാദകൻ പരപ്പനങ്ങാടി ജുമുഅത്ത് പള്ളി മുദരിസ് ഫി കമ്മു മൗലവിയുമായിരുന്നു. പ്രമേയം 8 നമുക്കിങ്ങനെ വായിക്കാം. കേരളത്തിലെ മുസ്ലിങ്ങളിൽ അനേക കൊല്ലമായിട്ട് നിരാക്ഷേപമായി നടന്നുവരുന്നതും ഇപ്പോഴും നടത്തുന്നതുമായ താഴെ വിവരിക്കുന്ന കാര്യങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കളാൽ മതാനുസരണങ്ങളാണെന്ന് സ്ഥിരപ്പെട്ടവയാണെന്നും അവ മതവിരുദ്ധങ്ങളാണോ അഥവാ ഷിർക്കാണോ എന്ന് പറയുന്നവർ സുന്നികളല്ലെന്നും അവർ ഇമാമത്തിനും ഖതീബ് സ്ഥാനത്തിനും ഖാദി സ്ഥാനത്തിനും കൊള്ളരുതാത്തവരാണെന്നും ഈ യോഗം തീരുമാനിക്കുന്നു. സുന്നികളെ മുശ്രിക്കാക്കി നടന്നിരുന്ന, സുന്നികൾ ആചരിച്ചിരുന്ന പൂർവകാലം തൊട്ടേ ഇസ്ലാം കേരളത്തിലെത്തിയതു മുതൽ മഹാന്മാരായ സ്വഹാബത്തെ കിറാമിൽ നിന്നും താബിഉകളിൽ നിന്നും തബഉത്താബിഈങ്ങളിൽ നിന്നുമൊക്കെ നേരിട്ട് സ്വീകരിച്ച ആ ആചാരാനുഷ്ഠാനങ്ങളെ ശിർക്കും ബിദ്അത്തുമൊക്കെയാക്കി അതിനെ വക്രീകരിച്ച് അവതരിപ്പിച്ചിരുന്ന വഹാബികൾക്കെതിരെ ആഞ്ഞടിക്കുന്നതായിരുന്നു ഈ പ്രമേയം. ഇവയൊക്കെ ഷിർക്കാണെന്ന് പറയുന്നവർ സുന്നികളല്ലെന്നും അവർ ഇമാമത്തിനും ഖതീബ് സ്ഥാനത്തിനും ഖാദി സ്ഥാനത്തിനും കൊള്ളരുതാത്തവരാണെന്നും ഈ യോഗം തീരുമാനിക്കുന്നു. താഴെ പറയുന്ന സംഗതികൾ എന്ന് പറഞ്ഞത്: 1. മരിച്ചുപോയ അംബിയ, ഔലിയ, സാലിഹീൻ ഇവരുടെ ദാത്തുകളും ജാഹ്, ഹക്ക്, ബറക്കത്ത് ഇത്യാദി കൊണ്ടും തവസ്സുൽ ചെയ്യലും, അവരെ നേരിട്ട് വിളിക്കലും, അവരെ വിളിച്ച് സഹായത്തിന് അപേക്ഷിക്കലും, അവരുടെ ആസാറുകൊണ്ട് ബറക്കത്ത് മതിക്കലും, ഈ കാര്യങ്ങൾ പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ടവയാണ്. ഇവയെ എതിർക്കുന്നവർ സുന്നികളല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നതായിരുന്നു 8-ാമത്തെ പ്രമേയം. 2-ാമത്തെ കാര്യം, മരിച്ചുപോയ അംബിയ, ഔലിയ ഇവർക്കും മറ്റു മുസ്ലിമീങ്ങൾക്കും കൂലി കിട്ടുവാൻ വേണ്ടി ധർമ്മം ചെയ്യലും, കോഴിയാട് മുതലായവ ധർമ്മം ചെയ്യാൻ വേണ്ടി നേർച്ചയാക്കലും, അവർക്ക് വേണ്ടി ഖുർആനോദലും ഓദിക്കലും, മുസ്ലിം മയ്യത്തുകളെ മറവു ചെയ്തതിനു ശേഷം ഖബറിങ്കൽ വെച്ച് തൽക്കീൻ ചൊല്ലിക്കൊടുക്കലും, മയ്യത്തിനു വേണ്ടി ഖബറിങ്കൽ വെച്ചും മറ്റു സ്ഥലങ്ങളിൽ വെച്ചും ഖുർആനോദലും ഓദിക്കലും ഇവയും വിശുദ്ധ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ട പുണ്യകർമ്മങ്ങൾ തന്നെയാകുന്നു. 3-ാമത്തെ കാര്യം, ഖബർ സിയാറത്ത് ചെയ്യലും, ഖബറാളിക്ക് സലാം പറയലും, അവർക്ക് വേണ്ടി ദുആ ഇരക്കലും, ഖബർ സിയാറത്തിനു വേണ്ടി യാത്ര ചെയ്യലും പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ടവ തന്നെയാണ്. 4-ാമത്തെ കാര്യം, ആയത്ത്, ഹദീസ്, മറ്റു മുഅല്ലമായ അസ്മാ ഇവ കൊണ്ട് മന്ത്രം ചെയ്യലും, ഉറുക്കെഴുതിക്കെട്ടലും, പിഞ്ഞാണം എഴുതിക്കൊടുക്കലും, വെള്ളം, നൂല് മുതലായവ മന്ത്രിച്ചു കൊടുക്കലും, ബുർദ ഓതി മന്ത്രിക്കലും ഇതും പ്രമാണബദ്ധമായ പുണ്യകർമ്മങ്ങൾ തന്നെയാകുന്നു. ഖാദിരിയ, ഷാദുലിയ, റിഫാഇയ മുതലായ ശരിയായ തരീഖത്തുകളിലെ ശരിയായ ഷെയ്ഖുമാരെ കൈത്തുടർച്ചയായും ഒറ്റക്കും യോഗം ചേർന്നും നടപ്പുള്ള റാത്തീബ് തരീഖത്തിലെ ദിക്റുകൾ ചൊല്ലലും, ദലായിലുൽ ഖൈറാത്ത്, ഹിസ്ബുൻ നബവി, അസ്മാഉൻ നബി, അസ്മാഉൽ ബദരിയീൻ, ഹിസ്ബുൽ ബഹർ മുതലായ വിറുദുകളെ ചട്ടമാക്കലും, ദിക്റുകൾ കണക്കാക്കാൻ തസ്ബീഹ് മാല ഉപയോഗിക്കലും ഇതും എല്ലാം പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ട പുണ്യകർമ്മങ്ങൾ തന്നെ. 6-ാമത്തെ കാര്യം, മങ്കൂസ് മുതലായ മൗലിദുകൾ, ബദരിയത്ത് ബൈത്ത്, ബദർമാല, മുഹയ്യിദ്ദീൻ മാല, റിഫാഇ മാല മുതലായ നേർച്ചപ്പാട്ടുകൾ ചൊല്ലുകയും ചൊല്ലിക്കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതും പുണ്യകർമ്മങ്ങൾ തന്നെയാകുന്നു. എന്നിത്യാദി കാര്യങ്ങളിൽ കേരള മുസ്ലിങ്ങൾ അനേക കൊല്ലമായിട്ട് നിരാക്ഷേപം നടന്നുവരുന്ന, ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നതുമായ ഈ കാര്യങ്ങളിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ തന്നെ അത് മതാനുസരണങ്ങളാണ് എന്ന് സ്ഥിരപ്പെടുത്തിയവയാണ്
പ്രമാണങ്ങൾക്കനുസരിച്ച് സ്ഥിരപ്പെടുത്തുകയാണ്. അവ ശിർക്കാണെന്ന് പറയുന്നവർ സുന്നികളല്ല എന്ന് ഈ സമ്മേളനം പ്രഖ്യാപിക്കുന്നു എന്നുള്ളതായിരുന്നു പ്രശസ്തമായ ഫറൂഖ് സമ്മേളനത്തിലെ 8ാം പ്രമേയം. ആ കാലത്ത് ഇന്ന് വിഘടിതരുള്ളതുപോലെ ഓരോ പ്രസ്ഥാനവും ഓരോ പുത്തൻ ജാതികളും കടന്നു വരുമ്പോൾ സമൂഹത്തിലെ സാധാരണക്കാർക്ക് അവരെ തിരിച്ചറിയാൻ പ്രയാസമുണ്ടാകും. ഇന്ന് നമ്മുടെ പല മദ്രസകളിലും കയറിപ്പറ്റി സമസ്തയുടെ ആളാണ് എന്ന വിധത്തിൽ സമസ്തയുടെ ചില പരിപാടികളിലൊക്കെ പങ്കെടുത്തുകൊണ്ട് ഞാൻ സമസ്തക്കാരനാണ് എന്ന് സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിഘടിതന്മാരെ പോലെ സമസ്തയുടെ തുടക്കത്തിൽ സമസ്തയെ നേരിട്ടിരുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇന്ന് വിഘടിതർ നടത്തുന്ന അതേ പ്രവർത്തനം അന്ന് വഹാബികൾ നടത്തിയിരുന്നു എന്നുള്ളതാണ്. സുന്നികളുടെ മഹല്ലുകളിൽ സുന്നികളാണെന്ന വ്യാജേന കയറിപ്പറ്റിക്കൊണ്ട് അവരുടെ വഹാബിയത്ത് പ്രചരിപ്പിക്കാനായിരുന്നു പലപ്പോഴും അവർ ശ്രമിച്ചിരുന്നത്. പല നാടുകളിലും ഖത്തീബുമാരായുണ്ടായിരുന്നത് അറബി മുൻഷികളായിരുന്നു. അവർ ആ നാട്ടുകാരോ അടുത്ത നാട്ടുകാരോ ഒക്കെ തന്നെ ആയിരിക്കും. സ്കൂളിൽ തങ്ങളെ മക്കളെ പഠിപ്പിക്കുന്നവർ എന്നുള്ള നിലക്ക് അതോടൊപ്പം ഭൗതികമായി അല്പം വിവരമുള്ളവർ എന്നുള്ള നിലക്കും അവരെ സമൂഹത്തിൽ സാധാരണ ജനങ്ങൾ അംഗീകരിച്ചു പോന്നിരുന്നു. അതിനെ അവർ ദുരുപയോഗം ചെയ്തുകൊണ്ട് ആ അംഗീകാരത്തെ സമൂഹം അവർക്ക് നൽകിയിരുന്ന ആ ബഹുമാനത്തെ ചൂഷണം ചെയ്തുകൊണ്ട് അതിലൂടെ വഹാബിയത്ത് പ്രചരിപ്പിക്കാനായിരുന്നു അവർ മെനക്കെട്ടിരുന്നത് എന്നതുകൊണ്ട് ആ കാലത്തുണ്ടായിരുന്ന അത്തരത്തിലുള്ള മനഞ്ഞിലുകളായ വഹാബികളെ തുറന്നു കാട്ടുന്നതായിരുന്നു ഫറൂഖ് സമ്മേളനത്തിലെ 8ാം പ്രമേയം. സുന്നത്തി ജമാഅത്തിന്റെ ആശയം വ്യക്തമാക്കുന്ന 9ാമത്തെ പ്രമേയം അവതരിപ്പിച്ചത് വാഴക്കാട്ടെ പി കുഞ്ഞുമൊയ്തു മൗലവിയും അനുവാദകനായുണ്ടായിരുന്നത് പുളിക്കലെ കൊല്ലോളി അബ്ദുൽ ഖാദർ മൗലവി എന്നവരുമായിരുന്നു. ആ പ്രമേയത്തിലുള്ള വിഷയം നമുക്കിങ്ങനെ മനസ്സിലാക്കാം. ഖബറിലെ ചോദ്യം, ശിക്ഷ, പുനർജീവിതം, മീസാൻ, സിറാത്ത്, ഷഫാഅത്ത് എന്നിത്യാദി കാര്യങ്ങൾ സ്വീകാര്യയോഗ്യമായ രേഖകൾ കൊണ്ട് സ്ഥിരപ്പെട്ടതും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ദൃഢവിശ്വാസമാകയാൽ മേൽ വിവരിച്ചതിൽ നിന്ന് ഏതെങ്കിലും ഒന്നിനെ നിഷേധിക്കുന്നവൻ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ പെട്ടവനല്ലെന്നും അവരെ ഖാലി, ഖതീബ്, മുദർരിസ്, വാഇദ് എന്നീ സ്ഥാനങ്ങളിൽ നിശ്ചയിക്കാൻ പാടില്ലെന്നും തീർച്ചപ്പെടുത്തുന്നതായിരുന്നു 9ാമത്തെ പ്രമേയം. അതുപോലെ തന്നെ 10ാമത്തെ പ്രമേയം തറാവീഹ് സംബന്ധമായുള്ള 1300 കൊല്ലത്തിലധികമായി ലോകത്തെ എല്ലാ മുസ്ലിങ്ങളും റമളാൻ മാസത്തിലെ തറാവീഹ് നിസ്കാരം 20 റക്അത്തായി നിസ്കരിച്ചു വരുന്നത് ചില അനാചാരികൾ 8 റക്അത്ത് മാത്രമേ സുന്നത്തുള്ളൂ എന്ന് പ്രബോധനം ചെയ്യുന്നതിനെ ഈ യോഗം ഗണ്ണിക്കുകയും 20 റക്അത്ത് സുന്നത്തുണ്ടെന്ന് എല്ലാവരെയും ഉപദേശിക്കുകയും ചെയ്യുന്നു എന്നതായിരുന്നു 10ാം പ്രമേയം. തറാവീഹിന്റെ റക്അത്തുകളെയും അതിന്റെ 20 റക്അത്താണെന്ന് സ്ഥിരപ്പെടുത്തുന്ന മാനദണ്ഡങ്ങളെയും പ്രമാണങ്ങളെയുമെല്ലാം എടുത്തു പറഞ്ഞുകൊണ്ടുള്ളതായിരുന്നു 10ാമത്തെ പ്രമേയം. പതിനൊന്നാമത്തെ പ്രമേയവും അതുപോലെ തന്നെ വളരെയേറെ പ്രസക്തമായി. ഇതൊക്കെ ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഓരോ കാലത്തും എടുത്ത തീരുമാനങ്ങൾ എപ്പോഴും പ്രസക്തമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. 11ാമത്തെ പ്രമേയം നോക്കുമ്പോൾ നിയമലംഘനം മുതലായവയിൽ നിന്ന് മുസ്ലിങ്ങളെ തടയാനും
തീവ്രവാദങ്ങളാൽ മുസ്ലിം സമുദായത്തിനുണ്ടാകുന്ന ആപത്തുകളെ സംബന്ധിച്ച് ബോധവാന്മാരാക്കുവാനുമാണ് 1933 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമ്മേളനത്തിൽ ഒരു പ്രമേയം വളരെ പ്രാധാന്യത്തോടുകൂടി അവതരിപ്പിക്കപ്പെടുന്നത് എന്നുള്ളത് സമസ്തയുടെ സൂക്ഷ്മദൃക്കുകളായ പണ്ഡിതന്മാരുടെ ദീർഘദൃഷ്ടിയാണ് നമുക്കതിലൂടെ കാണാൻ കഴിയുന്നത്. നിയമലംഘനം മുതലായവയിൽ നിന്ന് മുസ്ലിങ്ങളെ തടയുന്നതും തീവ്രവാദങ്ങളാൽ മുസ്ലിം സമുദായത്തിന് ഉണ്ടാകുന്ന ആപത്തുകളെക്കുറിച്ച് സമുദായത്തെ ബോധവൽക്കരിക്കുകയും ചെയ്യുന്നതിനു വേണ്ടിയായിരുന്നു ആ പ്രമേയം. സംഘടനയുടെ പ്രസിഡന്റും താനൂർ ഇസ്ലാഹുൽ ഉലൂം പ്രിൻസിപ്പളുമായിരുന്ന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അവതാരകനും സംഘം വൈസ് പ്രസിഡന്റ് വാഴക്കാട് ദാറുൽ ഉലൂം സദർ മുദരിസുമായിരുന്ന പള്ളിപ്പുറം KM അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഫൽഫരി അനുവാദകനുമായിട്ടാണ് ഈ 11ാമത്തെ പ്രമേയം അവതരിപ്പിച്ചത്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പേരിൽ പാവങ്ങളും പാമരരുമായ മുസ്ലിങ്ങളെ ലഹളകളിലേക്ക് ഗവൺമെന്റിനെതിരെയുള്ള ലഹളകളിലേക്ക് തിരിച്ചുവിടുക വഴി മുസ്ലിങ്ങൾക്കുണ്ടാകുന്ന സർവ്വ ബുദ്ധിമുട്ടുകൾക്കും ക്ലേശങ്ങൾക്കും ഉത്തരവാദികൾ ലഹളക്ക് നേതൃത്വം നൽകിയവരും വളഞ്ഞ വഴിയിലേക്ക് തിരിച്ചുവിട്ടവരുമാണെന്ന് വ്യക്തമാക്കുന്നതും ലഹളയിൽ പങ്കെടുത്ത കുറ്റക്കാരെ മാപ്പു ചെയ്തു വിട്ടയച്ച ഗവൺമെന്റിനെ അഭിനന്ദിക്കുന്നതുമാണ് 12ാമത്തെ പ്രമേയം. ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ സമരം ചെയ്യാൻ വേണ്ടി ഒരു വിഭാഗം ആളുകൾ സാധാരണക്കാരായ പാവപ്പെട്ട ആളുകളെ സംഘടിപ്പിച്ചപ്പോൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റിനെ വക്രമായ ശൈലി ഉപയോഗിച്ചുകൊണ്ട് എതിർക്കുക എന്നുള്ളത് നേരായ ശൈലിയല്ല എന്ന് പഠിപ്പിക്കുന്നതായിരുന്നു 12ാമത്തെ പ്രമേയം. കളത്തിങ്ങൽ മുഹമ്മദ് കുട്ടി സാഹിബ് അവതാരകനും KP മുഹമ്മദ് മീറാൻ മൗലവി, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്നിവർ അതിന്റെ അനുവാദകരുമായിരുന്നു. പള്ളി ദർസുകൾ സ്ഥാപിക്കാനും സജീവമാക്കാനും മഹല്ല് ജമാഅത്തുകളോട് അഭ്യർത്ഥിക്കുന്നതാണ് 13ാമത്തെ പ്രമേയം. ഫറൂഖ് സമ്മേളനം വളരെ വിശദമായ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അവയിൽ പ്രധാനപ്പെട്ടവയെല്ലാം പ്രമേയ രൂപത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് വളരെ പ്രാധാന്യത്തോടുകൂടി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഭാവി പ്രവർത്തകർക്ക് ഒരു പാഠം എന്ന നിലക്ക് തന്നെ അതിനെ സൂക്ഷിക്കുകയും ചെയ്തു എന്നുള്ളതും നമ്മുടെ മഹാരഥന്മാരായ നേതാക്കന്മാരുടെ ദീർഘവീക്ഷണത്തെയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. സമയം വളരെ അതിക്രമിച്ചതുകൊണ്ട് ഇന്ന് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതിന്റെ ബാക്കി ഭാഗം ഇൻഷാ അല്ലാഹ് നമുക്ക് ചെറിയ രൂപത്തിൽ മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 90ാം വാർഷികം ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോൾ അതിന്റെ മുൻകാല സമ്മേളനങ്ങളെക്കുറിച്ചുള്ള ഒരു എത്തിനോട്ടം തീർച്ചയായും വളരെയേറെ സാന്ദർഭികവും കാലികവും പ്രസക്തവുമായിരിക്കും എന്നുള്ള ചിന്തയിൽ നിന്നാണ് സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂം ഇത്തരത്തിലുള്ള ഒരു പരിപാടി ഒരുക്കാൻ കാരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സമസ്തയുടെ നേതാക്കന്മാരുടെ കീഴിൽ അടിയുറച്ചു നിന്നുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് സാധ്യമാകുന്ന ഖിദ്മത്ത് ചെയ്ത് മുന്നോട്ട് നീങ്ങാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ.
സുന്നത്തി ജമാഅത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യുന്ന അണികൾക്ക് താങ്ങും തണലുമായി ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി അണികളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ തരത്തിലുള്ള കഴിവും തൗഫീഖും നൽകി നമ്മുടെ മഹാരഥന്മാരായ നേതാക്കളെ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രശ്നങ്ങളിലൊന്നും ചാഞ്ചല്യപ്പെടാതെ വിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങൾ മാറ്റിമറിക്കാൻ ആര് തന്നെ വന്നാലും അതിനൊന്നും സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മഹത്തായ പണ്ഡിത പ്രസ്ഥാനം നിലനിൽക്കുന്നിടത്തോളം കാലം അത്തരത്തിലുള്ള ദുഷ്ടലാക്കുകൾക്കൊന്നും യാതൊരു വിലയുമുണ്ടാകില്ല, അതൊന്നും സമൂഹത്തിൽ വിലപ്പോകില്ല എന്ന് ഉച്ചൈസ്ഥിരം പ്രഖ്യാപിച്ചുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിന്റെ മുന്നോട്ടുള്ള ഗമനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. എന്തെന്ത് പ്രയാസങ്ങളുണ്ടായാലും അതൊക്കെ തരണം ചെയ്തുകൊണ്ട് കൂടുതൽ ശക്തിയാർജിച്ചുകൊണ്ട് ചുമരിലേക്കെറിഞ്ഞ റബ്ബർ പന്ത് പോലെ 10 മടങ്ങ് ശക്തിയോടുകൂടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ചിലന്തിവലകളായി മുന്നിൽ നിൽക്കുന്ന എല്ലാ വൈതരണികളെയും തട്ടിമാറ്റിക്കൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അതിലൊന്നും ആർക്കും യാതൊരു സംശയവും വേണ്ട. അതിന്റെ പ്രവർത്തകർക്കും അതിന്റെ നേതാക്കൾക്കും അതിൽ യാതൊരു ചാഞ്ചല്യവുമില്ല, യാതൊരു സംശയവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം എപ്പോഴും സമസ്തയുടെ കൂടെയുണ്ടാകും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല. കാരണം സമസ്ത അത് അല്ലാഹുവിന്റെ ആരിഫ്യങ്ങളും ഔലിയാക്കളും കെട്ടിപ്പടുത്ത പ്രസ്ഥാനമാണ്. ഭൗതികമായ യാതൊരു താൽപര്യവുമില്ലാതെ അല്ലാഹുവിന്റെ ദീനിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ മാത്രമാണ് രൂപീകൃത കാലം തൊട്ട് ഇന്നേ വരെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ നിർവഹിച്ചിട്ടുള്ളത്. അതുതന്നെയാണ് ഇന്നും അഭംഗുരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ നവ്വറല്ലാഹു തആല മർഖദഹു തങ്ങൾ മുതൽ ഇന്ന് നിലവിൽ മഹാനായ കോയക്കുട്ടി ഉസ്താദും ബഹുമാന്യരായ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദും നയിക്കുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാരഥന്മാരായ നമ്മുടെ ആ നേതാക്കന്മാർക്ക് എല്ലാവിധ ആയുരാരോഗ്യവും ഇൽമിലും മറ്റും ബറക്കത്തും നൽകി അവരെ തുണക്കുമാറാകട്ടെ. അവർക്ക് പിന്നിൽ അടിയുറച്ചു നിന്നുകൊണ്ട് സമസ്തക്കു വേണ്ടി ധീരധീരം പ്രവർത്തിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹ് ഖൈർ. ബഹുമാനപ്പെട്ട ഷംസുദ്ദീൻ ഫൈലി ഉസ്താദിന്റെ നേതൃത്വത്തിൽ സമസ്ത നടത്തിയ സമ്മേളനങ്ങളിലൂടെ എന്ന വിഷയത്തിൽ അതിന്റെ ഒരു ചെറിയ പാർട്ട് മാത്രമാണ് ഇന്ന് എടുത്തിട്ടുള്ള. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസങ്ങളിൽ സമ്മേളനം തീരുമ്പോഴേക്ക് നമുക്ക് ഇൻഷാ അല്ലാഹ് സമ്മേളനങ്ങളുടെ എല്ലാ ചരിത്രങ്ങളും ഉസ്താദിന്റെ നാവിലൂടെ നമുക്ക് കേൾക്കാൻ കഴിയും. റബ്ബ് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ആർക്കെങ്കിലും ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളിൽ വല്ല എതിരൊക്കെ ഉണ്ടെങ്കിൽ മൈക്കിൽ വന്ന് ചോദിക്കാവുന്നതാണ്. ഇനി വല്ല കാര്യങ്ങൾ അറിയേണ്ടതുണ്ടെങ്കിൽ സമ്മേളനത്തെക്കുറിച്ചോ പ്രമേയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ സമസ്ത ഹിസ്റ്ററിയെക്കുറിച്ചൊക്കെ ആർക്കെങ്കിലൊക്കെ ചെറിയ സംശയങ്ങളുണ്ടെങ്കിൽ മൈക്കിൽ വന്ന് ചോദിക്കാവുന്നതാണ്. അതിനുള്ള അവസരമുണ്ട്. ഏതായാലും അബൂ സവാദ് കൈപ്പൊക്കിയിട്ടുണ്ട്. അതുപോലെ ആർക്കും മൈക്കിൽ വരാം. ടെക്സ്റ്റിന് മറുപടി തൽക്കാലം ഇല്ല. ആർക്കും മൈക്കിൽ വന്ന് ചോദിക്കാം. ഏത് ചോദ്യം അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ കീഴിലുള്ള ഏത് വിഷയത്തിലും ചോദ്യം ചോദിക്കാനുള്ള അവസരം നമ്മുടെ സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമുണ്ട്. നേരില്ലാത്ത റസൂലുള്ളാഹിനെ വിശ്വസിക്കുന്ന സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ. അപ്പൊ എല്ലാവർക്കും മൈക്കിൽ വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഷംസുദ്ദീൻ ഫൈസിനോടാണ് ചെറിയൊരു ചോദ്യം. സമസ്തയിൽ നിന്ന് 6 ആളെ പുറത്താക്കിയ സമയത്ത് അതിനു മുമ്പ് മർക്കസ് നമ്മുടെ കയ്യിലായിരുന്നു. ഷംസുലുലമയായിരുന്നു എന്റെ പ്രസിഡന്റ്. പിന്നീട് എങ്ങനെയാണ് ഈ മർക്കസ് വിഘടിത വിഭാഗത്തിന്റെ കയ്യിൽ എത്തിയതെന്ന് ഒന്ന് വിശദീകരിക്കാമോ? ഷംസുദ്ദീൻ ഫൈസി ഉസ്താദ് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. ഉസ്താദ് കേട്ട് കാണും. ഓക്കെ.
മർക്കസു സഖാഫത്തി സുന്നിയ അത് സമസ്തയുടെ സ്ഥാപനമായിരുന്നല്ലോ, പിന്നെ എങ്ങനെയാണ് അത് പുറത്താക്കപ്പെട്ടവരുടെ കയ്യിലെത്തിയത് എന്നതാണ് സഹോദരൻ ചോദിച്ചിരിക്കുന്നത്. മർക്കസ് സഖാഫത്ത് സുന്നിയ കോഴിക്കോട് ജില്ലാ സുന്നി യുവജന സംഘത്തിന്റെ കീഴിലായിരുന്നു ഉണ്ടായിരുന്നത്. സമസ്തയിൽ നിന്ന് 6 ആളെ പുറത്താക്കപ്പെട്ടപ്പോൾ ആ കാലത്ത് സുന്നി യുവജന സംഘത്തിന് നേതൃത്വം നൽകിയിരുന്നത് പുറത്താക്കപ്പെട്ടവരിൽ ഒരാളായ ഇന്നത്തെ അവരുടെ ജീവാത്മാവും പരമാത്മാവുമായ മാന്യദേഹത്തിന്റെ കയ്യിലായിരുന്നു. ആ കാലത്തെ സംസ്ഥയുടെ സംഭവവികാസങ്ങളൊക്കെ അറിയുന്ന ആളുകൾക്കറിയാം. സമസ്തയുടെ പല സ്ഥാപനങ്ങളും അതോടൊപ്പം സമസ്തയുടെ പ്രസിദ്ധീകരണങ്ങളും, എന്തിനേറെ സമസ്തയുടെ പ്രഭാഷകർ വരെ ഉണ്ടായിരുന്നത് മിക്കവാറും അവരുടെ കൂടെയായിരുന്നു. അതിന്റെ കാരണം സുന്നി യുവജന സംഘമായിരുന്നു സമസ്തയുടെ വളരെ പ്രധാനപ്പെട്ട കീഴ്ഘടകമായി അക്കാലം വരെ പ്രവർത്തിച്ചിരുന്നത്. ഇന്ന് ഒരുപക്ഷെ സുന്നി യുവജന സംഘത്തെക്കാൾ ഒരു പണത്തൂക്കം മുന്നിൽ SKSSF ആണ് എന്നുള്ളത് നിസ്സംശയം പറയാൻ സാധിക്കും. പക്ഷേ അന്ന് SSF ഈ രൂപത്തിൽ പ്രവർത്തന ഗോതയിലേക്ക് പക്വതയോടുകൂടി വന്നിട്ടില്ലായിരുന്നു. അല്ലെങ്കിൽ സമസ്ത നേതാക്കന്മാർ SSFന് ആ തരത്തിലുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുത്തിട്ടില്ലായിരുന്നു. സുന്നി യുവജന സംഘത്തിന്റെ കീഴിലായിരുന്നു ആ കാലത്ത് പണ്ഡിതന്മാരൊക്കെ, പ്രഭാഷകരൊക്കെ, എഴുത്തുകാരൊക്കെ അണിനിരന്നിരുന്നത്. അതുകൊണ്ടുതന്നെ പുറത്താക്കപ്പെട്ടവരുടെ കൂടെ അവരുടെ നേതൃത്വത്തിലാണ് സുന്നി യുവജന സംഘം എന്നുള്ളതുകൊണ്ട് തന്നെ അവരുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന, പ്രത്യേകിച്ച് ഞാനിവിടെ പറഞ്ഞ വ്യക്തി, അദ്ദേഹത്തിന്റെ തട്ടകം കോഴിക്കോടാണ് എന്നുള്ളതുകൊണ്ട് തന്നെ കോഴിക്കോട് സ്ഥാപിക്കപ്പെട്ട ആ സ്ഥാപനവും അതിന്റെ പ്രധാനപ്പെട്ട രേഖകളും എല്ലാം ഉണ്ടായിരുന്നത് അവരുടെ കൈകളിലാണ്. പിന്നീട് അതവരങ്ങനെ സ്വന്തമായി നടത്തുകയും പിൽക്കാലത്ത് അറിയാൻ സാധിച്ചത് അതൊരു ട്രസ്റ്റിന്റെ കീഴിലേക്ക് മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ സമസ്തയുടെ സ്ഥാപനമാണ്. സുന്നി യുവജന സംഘം കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടേതാണ് ആ സ്ഥാപനം. അതോടൊപ്പം അവരുടെ കയ്യിൽ അവരാണ് അതിന്റെ കാര്യകർത്തൃത്വം നടത്തിയിരുന്നത് എന്നുള്ള നിലക്ക് പിന്നീട് അത് അവരുടെ കയ്യിലായ ശേഷം പിന്നീടത് ഒരു ഫാമിലി ട്രസ്റ്റിന്റെ കീഴിലേക്ക് മാറ്റി സുന്നി യുവജന സംഘത്തിന്റെ കീഴിൽ നിന്നൊക്കെ എടുത്തു മാറ്റപ്പെട്ടു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. അങ്ങനെയാണ് സത്യത്തിൽ മർക്കസു സഖാഫത്ത് സുന്നിയ എന്ന സ്ഥാപനം സമസ്തക്ക് നഷ്ടമായത്. മഹാനായ മർഹൂം നാട്ടിക ഉസ്താദ് നവറല്ലാഹു തആല മർഖദഹു തങ്ങൾ അല്ലാഹുവിന്റെ അലംഘനീയമായ വിധിക്ക് കീഴടങ്ങിയിട്ടില്ലായിരുന്നുവെങ്കിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് പലപ്പോഴും സ്റ്റേജിലും വ്യക്തിപരമായും ഒക്കെ പറയാറുണ്ടായിരുന്നു, സുന്നി യുവജന സംഘത്തിന്റെ സ്ഥാപനമാണ് മർക്കസ്, അത് നമുക്ക് തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും എന്ന് ബഹുമാനപ്പെട്ടവർ പറയുകയും അതിനുവേണ്ട നീക്കങ്ങളൊക്കെ നടത്തുകയും ചെയ്യുന്നതിനിടയിലാണ് ബഹുമാനപ്പെട്ടവർ നമ്മളെ വിട്ടുപിരിഞ്ഞത് എന്നുള്ള വസ്തുത കൂടി നമ്മൾ മനസ്സിലാക്കുക. ബഹുമാനപ്പെട്ടവരുണ്ടായിരുന്നെങ്കിൽ എന്നോ അത് സമസ്തക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ടാകും എന്ന കാര്യത്തിൽ ബഹുമാനപ്പെട്ടവരെ അറിയുന്നവർക്കൊന്നും സംശയമുണ്ടാകാൻ സാധ്യതയില്ല എന്നുകൂടെ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സഹോദരന് കാര്യം മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിച്ചു നിർത്തുന്നു. അസ്സലാമു അലൈക്കും.